ശ്രീ വിനു കിരീത്ത് ഇവിടെ അങ്ങ് നേരത്തെ പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു, അവരുടെ പേരുകൾ തുറന്നു പറയുക അല്ലെങ്കിൽ നേരിട്ട് അങ്ങേക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടിമ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, സ്ലേവ് എന്നുള്ള വാക്ക് തന്നെയാണ്. ആ തരത്തിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ വെച്ച് തുടങ്ങുന്നു മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ. അങ്ങ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇതാണോ നടന്നു പോരുന്നത്? എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ നിർമ്മാതാക്കളുടെ സെറ്റിലും അങ്ങനെയല്ല എന്നെ എനിക്ക് പറയാം. ലിബർട്ടി ബഷീർക്കൊക്കെ എത്രയോ പടം എടുത്താണ്, അദ്ദേഹത്തിൻ്റെ പടം ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അവിടെയൊന്നും അങ്ങനെ ഒരു വേർതിരിവോ അന്നത്തിലൊന്നും കാണിക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല ബഷീർക്കയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നാണയത്തിൻ്റെ രണ്ട് വശം പോലെ നല്ലവരും ചീത്തയും എല്ലാ മേഖലയിലും ഉണ്ട്, സിനിമയിലും ഉണ്ട്, അത് സ്ത്രീകളിലും ഉണ്ട്. പുരുഷന്മാർ മൊത്തം ചീത്തയും സ്ത്രീകളെല്ലാം നല്ലതാണ് സിനിമയിലെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. സിനിമയിലും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, മുതിർന്ന നടികൾ പ്രായമായ അവർ കുട്ടികളെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, നീ രക്ഷപ്പെടണമെങ്കിൽ നീ മറ്റവരോടെ പോ എന്നുള്ള മട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം രണ്ട് വശങ്ങളാണ് ഈ പറയുന്നത്. അന്നത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർത്തിട്ടുള്ള വ്യക്തിയാണ് ഞാനതിന് പല ചാനലിലും പറയുന്നത്. സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറേ പേർക്ക്, താരങ്ങൾക്ക് പ്രത്യേകതരം ഫുഡും, ഇവരെല്ലാം ഒരു കാലത്ത് പട്ടിണിയായിരുന്നവരും എല്ലായിടത്തും ഒരേ ലോഡ്ജുകളിൽ താമസിച്ചിട്ട് വലിയ സ്റ്റാറായി കഴിയുമ്പോൾ ഇവർക്കൊക്കെ കൊഞ്ചു പൊരിച്ചതും ഞണ്ടും ഇതൊക്കെ കൊടുത്തിട്ട് സാധാരണക്കാരൻ പട്ടിണിക്ക് വേണ്ടി ലൊക്കേഷനിൽ വന്ന് നിൽക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അത് എല്ലാ ലൊക്കേഷനും ഉണ്ടെന്ന് ഞാൻ പറയില്ല, തീർത്തും പറയില്ല. കാരണം ഞാനും കുറേ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണിയമ്പിള്ള രാജുവിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് നിങ്ങളൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കിയാൽ ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുന്ന ഒരു പ്രൊഡക്ഷനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അവർ കാരണം അന്നത്തിൻ്റെ വില അറിയാം. പക്ഷേ ഇത് ആരാണ് ഇവരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ്, ഇവർക്ക് സാധാരണ ഫുഡ്. ഞാനത് ഇന്നലെ ചാനലിൽ പറഞ്ഞ കാര്യം പറയാം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തിനകത്ത് എൻ്റെ റൂമിനകത്ത് എൻ്റെ ഹോട്ട് കാരിയറിൽ VIP എന്ന് എഴുതി കൊണ്ടുവച്ചതിന് ഞാൻ ഉടക്കിയവനാണ്. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അത് എഴുതിയില്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ഒരുപാട് നിർമ്മാതാക്കളും തിരക്കഥാകൃത്തും സംവിധായകരും ഒക്കെ ഉണ്ട് സാർ. ഞാൻ പറഞ്ഞു എൻ്റെ റൂമിനകത്ത് ഫുഡിൽ VIP എന്ന് വയ്ക്കണ്ട, അന്നത്തിൽ VIP എല്ലാവർക്കും ഉള്ളത് അരച്ചാണ്. അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യന്മാരെയൊക്കെ തത്തുല്യമായി പരിഗണിക്കുന്നിടത്തെ പറ്റിയല്ല, അല്ലാത്തിടത്തെ പറ്റിയാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്.